മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ള വൈവിധ്യമാർന്ന ആഭരണങ്ങളോടുകൂടിയ നവീകരിച്ച ഷോറൂം. ചരക്കു കപ്പലുകൾ വിസ്തൃതിയിലും ജനസംഖ്യയിലും ജില്ലയിൽ ഒന്നാം സ്ഥാനത്തുള്ള മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കാർഷികോൽപാദനം 50% വർദ്ധിപ്പിക്കാനായതായി പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മക്കുൽസു അസീസ് പറയുന്നു. 11 വാർഡുകളിലായി 103 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മലയോര പഞ്ചായത്തിൽ ഇടതുമുന്നണി നേതൃത്വത്തിലുള്ള ഭരണം സമഗ്ര വികസനത്തിന് വഴിയൊരുക്കിയതായും പ്രസിഡന്റ് അവകാശപ്പെടുന്നു. 22 അംഗ ഭരണസമിതിയിൽ CPM 11, CPI 5, കേരള കോൺഗ്രസ് 1, കോൺഗ്രസ് 4, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. ആദ്യത്തെ 3.5 വർഷം CPM-ലെ K. വേണുഗോപാലിനായിരുന്നു പ്രസിഡന്റ്. LDF ധാരണ പ്രകാരം അവസാനത്തെ 1.5 വർഷം CPI-ക്ക് പ്രസിഡന്റ് സ്ഥാനം നൽകി. ഉത്പാദന മേഖലയ്ക്ക് മുൻതൂക്കം നൽകി പ്രവർത്തിച്ചതിന്റെ ഫലമായി വിവിധ ഏജൻസികളുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും സഹകരണത്തോടെ നെല്ല്, നാളികേരം, പച്ചക്കറി എന്നിവയുടെ ഉത്പാദനത്തിൽ വൻ വർധനവുണ്ടായി. 16 പാടശേഖരങ്ങൾക്കും ടില്ലർ, മെതിയന്ത്രം തുടങ്ങിയ കാർഷിക ലഘുയന്ത്രങ്ങൾ ലഭ്യമാക്കി. വെള്ളിക്കുളങ്ങര സഹകരണ ബാങ്കുമായി സഹകരിച്ച് 24 ലക്ഷം രൂപയുടെ കൊയ്ത്ത് മെതിയന്ത്രം വാങ്ങി കൊയ്ത്തിന് ആളെ കിട്ടാതെ വിഷമിക്കുന്ന കർഷകർക്ക് ആശ്വാസം പകരാൻ സാധിച്ചതായും പ്രസിഡന്റ് പറയുന്നു. തെങ്ങ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പഞ്ചായത്തിൽ 22 നാളികേര ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. കൃഷിക്കും കുടിവെള്ളത്തിനും ഉതകുന്ന 4 ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾ ഈ കാലയളവിൽ പൂർത്തീകരിച്ച് പ്രവർത്തനക്ഷമമാക്കി. കൊടുങ്ങ, കാവനാട്, ചുങ്കാൽ, മറ്റത്തൂർ എന്നീ ലിഫ്റ്റ് ഇറിഗേഷനുകളാണ് പൂർത്തിയാക്കിയത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന പഞ്ചായത്തിൽ പട്ടിക വിഭാഗക്കാർക്കായി നിരവധി പദ്ധതികൾ നടപ്പാക്കി. കാവനാട്, അന്നാംപാടം, മറ്റത്തൂർ കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുകയും 3000 മീറ്ററോളം കുടിവെള്ള പൈപ്പുകൾ നീട്ടി കൂടുതൽ പേർക്ക് വെള്ളം ലഭ്യമാക്കുകയും ചെയ്തു. മറ്റത്തൂർ കുടിവെള്ള പദ്ധതിയുടെ കിഴക്കേ കോടാലി പമ്പ് ഹൌസിനോട് ചേർന്ന് ഫിൽട്ടർ ബെഡ് നിർമ്മിച്ചു. പെരുമ്പിള്ളിച്ചിറ, മോനോടി, അമ്പനോളി, നാടിപ്പാറ, കുഞ്ഞാലിപ്പാറ, ചുങ്കാൽ എന്നിവിടങ്ങളിൽ മിനി കുടിവെള്ള പദ്ധതികൾ തുടങ്ങി. ഇടുത്തൻകുന്ന് കുടിവെള്ള പദ്ധതിയുടെയും മുരിക്കുന്ന് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെയും നിർമ്മാണം പൂർത്തീകരിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടെ IAY EMS പാർപ്പിട പദ്ധതികൾക്ക് കീഴിൽ 918 വീടുകളാണ് പഞ്ചായത്തിൽ പണി പൂർത്തീകരിച്ചത്. 300 വീടുകൾ കൂടി നൽകാനുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. മാങ്കുറ്റിപ്പാടം, കിഴക്കേ കോടാലി എന്നിവിടങ്ങളിലെ 2 ലക്ഷം വീടുകൾ ഒറ്റ വീടുകളാക്കി നിർമ്മിക്കാനും MN പാർപ്പിട പദ്ധതി വഴി സാധിച്ചു. ആരോഗ്യമേഖലയിൽ ആവശ്യമായ മുഴുവൻ അടിസ്ഥാന സൗകര്യങ്ങളും പഞ്ചായത്തിൽ ഏർപ്പെടുത്തി. മറ്റത്തൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ സാമൂഹിക ആരോഗ്യ കേന്ദ്രം എന്ന പദവിയിലേക്ക് ഉയർത്താനും ഇവിടെ 25 ലക്ഷം രൂപ ചെലവിൽ പുതിയ OP ബ്ലോക്ക് നിർമ്മിക്കാനും സുസ്ഥിര കൊടകര വികസന പദ്ധതിയുടെ സഹകരണത്തോടെ സാധിച്ചു. വെള്ളിക്കുളങ്ങരയിൽ അനുവദിച്ച ആയുർവേദ ഡിസ്പെൻസറിക്ക് സ്വന്തം കെട്ടിടം നിർമ്മിച്ചു നൽകി. കൊരേച്ചാലിൽ ഹോമിയോ ഡിസ്പെൻസറിയുടെ പ്രവർത്തനം തുടങ്ങാനും കഴിഞ്ഞു. ഇതര പഞ്ചായത്തുകൾ ഇല്ലാത്ത രീതിയിൽ മുതിർന്ന പൗരന്മാർക്കായി മാസം തോറും 2 ആയുർവേദ മെഡിക്കൽ ക്യാമ്പുകൾ നടത്താനും ഇതിൽ പങ്കെടുക്കുന്നവർക്ക് സൗജന്യമായി മരുന്നുകൾ നൽകാനും സാധിച്ചു. 43 അംഗൻവാടികളുള്ളതിൽ 23 എണ്ണത്തിന് സ്വന്തം കെട്ടിടം നിർമ്മിച്ചു. അംഗൻവാടി കുട്ടികൾക്കും കൗമാരപ്രായക്കാർക്കും പോഷകാഹാര വിതരണത്തിന് വർഷം തോറും 20 ലക്ഷം രൂപയോളം ചെലവഴിച്ചു. വികലാംഗർക്ക് കുട നിർമ്മാണം, മെഴുകുതിരി നിർമ്മാണം എന്നിവയിൽ തൊഴിൽ പരിശീലനം നൽകുകയും ആവശ്യമായ ഉപകരണങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തു. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി കുടുംബശ്രീ പ്രവർത്തനം ശക്തിപ്പെടുത്തി. 500ഓളം കുടുംബശ്രീ സംഘങ്ങൾ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നു. ബ്യൂട്ടീഷ്യൻ, സോളാർ ലാമ്പ് നിർമ്മാണം, ന്യൂട്രമിക്സ് എന്നിവയിൽ പരിശീലനം നൽകി. ചെറുകിട സംരംഭങ്ങൾ കുടുംബശ്രീക്ക് കീഴിൽ നടപ്പാക്കി. വയോജനങ്ങൾക്ക് ഒത്തുകൂടാനായി 3 ലക്ഷം രൂപ ചെലവിൽ പകൽ വീട് നിർമ്മിച്ചു. റോഡുകളുടെ നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണിക്കുമായി 3 കോടി രൂപ ചിലവഴിച്ചു. പഞ്ചായത്തിൽ 12 സ്കൂളുകളുള്ളതിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള 2 UP സ്കൂളിലും 2 LP സ്കൂളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. കാരിക്കടവ് ആദിവാസി കോളനി, പത്തരക്കുണ്ട് എന്നിവിടങ്ങളിലേക്ക് 11 kV ലൈൻ സ്ഥാപിച്ച് വെളിച്ചമെത്തിച്ചു. വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 18 പുതിയ ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിച്ചു. ഓട്ടോമാറ്റിക് CFL തെരുവുവിളക്കുകൾ 500 എണ്ണത്തോളം സ്ഥാപിക്കാനായി. 3000ഓളം അംഗങ്ങളുള്ള പഞ്ചായത്ത് ലൈബ്രറിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കി. മറ്റത്തൂരിലെ ജനങ്ങളുടെ ചിരകാലാഭിലാഷമായ കോടാലി ടാക്സി സ്റ്റാൻഡിനു വേണ്ടി 76 സെന്റ് സ്ഥലം അക്വിസിഷൻ നടപടികൾ പൂർത്തിയാക്കി. മുൻകാലങ്ങളിൽ അധികാരത്തിൽ വന്ന ഒരൊറ്റ ഭരണസമിതിയും ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലെന്ന് ഉമ്മക്കുൽസു അസീസ് പറയുന്നു. വാർഡ് വിഭജനം കഴിഞ്ഞതോടെ മറ്റത്തൂരിലെ വാർഡുകളുടെ എണ്ണം ഇപ്പോൾ 23 ആയിട്ടുണ്ട്. ഈ പഞ്ചായത്തിന്റെ 5 വർഷക്കാലം കൊണ്ട് വിവിധ വികസന പ്രവർത്തനങ്ങൾ ഈ ഭരണസമിതിക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
ഏറ്റവും പ്രധാനമായി ഊന്നൽ കൊടുത്തത് ഭരണസമിതി ഉൽപാദന മേഖലയിലാണ്. ഉൽപാദന മേഖല എന്ന് പറയുമ്പോൾ തന്നെ നെല്ലുൽപാദനം, മറ്റിതര കൃഷികളും. നെല്ലുൽപാദന രംഗത്ത് 16 പാടശേഖരങ്ങൾ ഇപ്പോൾ പഞ്ചായത്തിൽ നിലവിലുണ്ട്. ഈ 16 പാടശേഖരങ്ങൾക്കും ആവശ്യമായ രീതിയിൽ യന്ത്രവൽക്കരണം, അതുപോലെ തന്നെ സമയത്തിന് വിത്തും വളവും നൽകുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ഉൽപാദന രംഗത്ത് ഒരു 60% വർധനവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു. അതുമാത്രവുമല്ല, ഈ ഉൽപാദനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ജലസേചനം. ജലസേചന സൗകര്യത്തിനായി പഞ്ചായത്തിൽ 4 പുതിയ ലിഫ്റ്റ് പ്രവർത്തനം പൂർണ്ണമായി പ്രവർത്തിച്ച് പ്രവർത്തനം ആരംഭിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൽ നിലവിലുണ്ടായിരുന്ന 16 ലിഫ്റ്റ് ഇറിഗേഷനുകളും കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ആവശ്യമായ രീതിയിൽ ഫണ്ട് ഉപയോഗിച്ച് അതും കാര്യക്ഷമമാക്കാനായിട്ട് സാധിച്ചു. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നല്ലൊരു വർധനവ് ഉൽപാദന രംഗത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ജലസേചനം കഴിഞ്ഞാൽ യന്ത്രവൽക്കരണം. ഈ കാലഘട്ടത്തിൽ തൊഴിലാളികൾ ലഭിക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു പ്രയാസപ്പെട്ടൊരു സംഭവമാണ്. അതിൻ്റെ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് എല്ലാ പാടശേഖരങ്ങൾക്കും സ്വന്തമായി ടില്ലർ, മെതിയന്ത്രം, പിന്നെ വെള്ളിക്കുളങ്ങര സർവീസ് സഹകരണ ബാങ്കും കൂടെ ലിങ്ക് ചെയ്തുകൊണ്ട് 24 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടൊരു കൊയ്ത്തുമെതി യന്ത്രം ഉൾപ്പെടെ മറ്റു പഞ്ചായത്തുകളെയൊക്കെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് ഉൽപാദന മേഖല വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ സ്ഥിതിയിലേക്ക് ഇതും കൂടെ മുതൽക്കൂട്ടാക്കി. മറ്റത്തൂർ പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ കോടാലിയിലെ ടാക്സി സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും സാക്ഷാത്കരിക്കാൻ 5 വർഷമായിട്ടും ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് കോൺഗ്രസ് അംഗമായ ജോൺ വട്ടക്കാവിൽ ആരോപിക്കുന്നു. സംസ്ഥാനത്തും ത്രിതല പഞ്ചായത്തുകളിലും ഒരേ മുന്നണി അധികാരത്തിലിരുന്നിട്ടും ആനപ്പാന്തം ആദിവാസി കോളനിയിലെ കുടുംബങ്ങളുടെ പുനരധിവാസം നടപ്പാക്കാനായില്ല. ആദിവാസികളുടെ പട്ടിണിക്ക് പരിഹാരം കാണാൻ ജില്ലാ ജഡ്ജി കോളനിയിലെത്തേണ്ടി വന്നു. പഞ്ചായത്തിന്റെ തനത് ഫണ്ട് വർദ്ധിപ്പിക്കുവാൻ നടപടിയെടുക്കാതിരുന്നതിനാൽ പശ്ചാത്തല മേഖലയിൽ വേണ്ടത്ര ഫണ്ട് ചെലവഴിക്കാൻ സാധിച്ചിട്ടില്ല. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ കാർഡ് നൽകുന്നതിൽ സമയബന്ധിതമായി തൊഴിൽ നൽകാൻ തടസ്സമായി. ദരിദ്രർക്കും അഗതികൾക്കുമുള്ള ആശ്രയ പദ്ധതി പൂർണ്ണമായും പാഴാക്കി കളഞ്ഞു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ സോപ്പ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങാനായി സംഘങ്ങളിൽ നിന്ന് പണം പിരിച്ചെടുത്തെങ്കിലും സോപ്പ് നിർമ്മാണ യൂണിറ്റ് ഉണ്ടായില്ല. കുടിവെള്ളം എത്തിക്കുന്നതിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഭരണസമിതിക്കായില്ല. ഇതുമൂലം ജനങ്ങൾ ദുരിതമനുഭവിച്ചു. പഞ്ചായത്ത് വിഭജനത്തിന് ഭരണസമിതിയിലെ മുഖ്യകക്ഷിയായ CPM പുറംതിരിഞ്ഞെന്നത് പുതിയ വികസന സാധ്യതകൾ ഇല്ലാതാക്കി. ഏറെ കൊട്ടുകൊഴിച്ച് നടപ്പാക്കിയ ഫ്രണ്ട് ഓഫീസ് സംവിധാനം പഞ്ചായത്തിലെത്തുന്ന പൊതുജനങ്ങൾക്ക് കൂടുതൽ ദുരിതം സമ്മാനിക്കുകയാണുണ്ടായതെന്നും ജോൺ വട്ടക്കാവിൽ ആരോപിക്കുന്നു. പഞ്ചായത്തിന്റെ ഈ 5 കൊല്ലക്കാലം കൊണ്ട് ഉള്ള വികസന കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ പഞ്ചായത്തിന് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്ലാൻ ചെയ്ത ഒരു പദ്ധതികളും തന്നെ പൂർണ്ണമായും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. കോടാലി സെന്ററിൽ ടാക്സി സ്റ്റാൻഡിനും ഷോപ്പിംഗ് കോംപ്ലക്സിനും വേണ്ടി സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ട് ഒന്നും നടപ്പിലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പല പഞ്ചായത്തുകളും സംസ്ഥാനവും ഒരേ മുന്നണി തന്നെ ഭരിച്ചിട്ടും ആനപ്പാന്തം കോളനിയിലെ ആദിവാസി പാവപ്പെട്ട കുടുംബങ്ങൾക്ക് തലചായ്ക്കാൻ ഒരു ഇടം നൽകുവാൻ സാധിച്ചില്ല എന്നതാണ്. ആ പാവപ്പെട്ട ആദിവാസികളുടെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി ജില്ലാ ജഡ്ജി ഇടപെടേണ്ടി വന്നു എന്നത് ഒരു സത്യമാണ്. പാവപ്പെട്ടവർക്കും ദുർബലർക്കുമായി ആശ്രയ പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. 5 വർഷം ആ ഫണ്ട് പാഴാക്കി കളഞ്ഞു എന്നുള്ളതാണ് വേറൊരു വസ്തുത. പഞ്ചായത്തിന് തനത് ഫണ്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി യാതൊരു നടപടികളും ചെയ്തിട്ടില്ല. പശ്ചാത്തല മേഖലയിൽ കാര്യമായി ഫണ്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ഉള്ള യാതൊരു ശ്രമങ്ങളും നടത്തിയിട്ടില്ല. അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. പിന്നെ നല്ലതെന്ന് പ്രതീക്ഷിച്ച ഫ്രണ്ട് ഓഫീസ് സംവിധാനം ഈ പഞ്ചായത്തിൽ ജനങ്ങൾക്ക് കൂടുതൽ ദുരിതമാണ് അനുഭവപ്പെട്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 5 വർഷക്കാലവും പഞ്ചായത്ത് ഭരണസമിതിക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും അതുപോലെ തന്നെ എല്ലാവിധ സഹകരണങ്ങളും ചെയ്തിട്ടുണ്ട്. വികസന കാര്യങ്ങളിലെല്ലാം ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി സഹകരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം എന്ന രീതിയിൽ ഒരുവിധ
നിസ്സഹകരണവും നടത്തിയിട്ടില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടെ പുതിയ പദ്ധതികളൊന്നും തന്നെ പഞ്ചായത്തിൽ ആവിഷ്കരിച്ച് നടപ്പാക്കാനായിട്ടില്ലെന്നാണ് BJPയുടെ ആരോപണം. റോഡുകൾ ഒട്ടുമിക്കതും തകർന്നു കിടക്കുന്നു. ഭരണകക്ഷിയുടെ ഒത്താശയോടെ പഞ്ചായത്തിൽ വ്യാപകമായി പാറപൊട്ടിക്കലും നിലനികത്തലും നടന്നു. ഇക്കോ ടൂറിസത്തിന് നിർദ്ദേശിക്കപ്പെട്ട കുഞ്ഞാലിപ്പാറയെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. തൊഴിലുറപ്പ് പദ്ധതിയെ രാഷ്ട്രീയവൽക്കരിക്കുകയും വീടുകൾ അനുവദിക്കുന്നതിൽ രാഷ്ട്രീയ വിവേചനം കാട്ടുകയും ചെയ്തു. കോടാലി മാങ്കുറ്റിപ്പാടം റോഡിന്റെ ഒരു ഭാഗം തോട്ടിലേക്കിടിഞ്ഞ് അപകടാവസ്ഥയിലായിട്ട് 4 വർഷത്തോളമായെങ്കിലും പുനർനിർമ്മിക്കാൻ കഴിഞ്ഞില്ല. വേനലിൽ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നതിൽ അനാസ്ഥ കാണിച്ചു. മാങ്കുറ്റിപ്പാടം ശാന്തറായിപ്പാടം തുടങ്ങിയ ലിഫ്റ്റ് ഇറിഗേഷനുകൾ പ്രവർത്തനക്ഷമമാക്കാൻ കഴിഞ്ഞില്ല. മറ്റത്തൂർക്കുന്നിലെയും കൊരേച്ചാൽ ഇടുത്തൻകുന്നിലെയും കുടിവെള്ള പദ്ധതികൾ പൂർത്തിയാക്കിയില്ല. വെള്ളിക്കുളങ്ങര കൊടകര PWD റോഡിലെ അനധികൃത കയ്യേറ്റങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിക്കുന്നതിൽ ഭരണസമിതി നടപടിയെടുക്കാതെ മാറിയതായി BJPയുടെ ശ്രീധരൻ കളരിക്കൽ ആരോപിക്കുന്നു. കുറച്ച് വികസന പ്രവർത്തനങ്ങൾക്ക് നടന്നിട്ടുണ്ട്. പക്ഷെ അത് സംസ്ഥാനാവിഷ്കൃതവും അതുപോലെ കേന്ദ്രാവിഷ്കൃതവുമായിട്ടുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചുള്ള വികസനങ്ങളാണ്. പഞ്ചായത്തിന്റെ തനത് രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറെ നടന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, കൊടകര വെള്ളിക്കുളങ്ങര റോഡിന്റെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ കോടതിയുടെ നിർദ്ദേശപ്രകാരം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള നടപടി അത് ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പശ്ചാത്തല വികസന മേഖലയിൽ ഒട്ടുമിക്ക റോഡുകളും ഈ കൊടകര വെള്ളിക്കുളങ്ങര റോഡ് ഒഴികെ മറ്റെല്ലാ റോഡുകളും തന്നെ തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുകയാണ്. ആനപ്പന്തത്തെ ആദിവാസികളുടെ പ്രശ്നം കഴിഞ്ഞ 5 വർഷം മുൻപ് അവിടെ ഒരു ഉരുൾപൊട്ടലുണ്ടായി. ഒരു അമ്മയും കുഞ്ഞും മരിച്ചു. അതിനുശേഷം അവർക്ക് പുനരധിവാസം എത്രയും വേഗം 1 വർഷത്തിനധികം അകം പുനരധിവാസം നടത്തും എന്ന് സർക്കാരും പഞ്ചായത്തും പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഇതുവരെ അവരെ പുനരധിവാസ പ്രവർത്തനങ്ങളൊന്നും ശരിയായ രീതിയിൽ നടന്നിട്ടില്ല. അവരെന്നും കൂരകളിൽ പ്ലാസ്റ്റിക് കൊണ്ട് മറച്ച കൂരകളിൽ കഴിയാണ്. ഈ രാഷ്ട്രീയ കക്ഷികളുടെ അതുപോലെ ഭരണകക്ഷികളുടെ ഒത്താശയോടുകൂടി മറ്റത്തൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പാറ പൊട്ടിക്കല് അതുപോലെ നിലം നികത്തല് അതൊക്കെ ഇപ്പോഴും വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ കുഞ്ഞാലിപ്പാറ ഇക്കോ ടൂറിസത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥലമാണ്. പക്ഷെ ആ പദ്ധതി അട്ടിമറിച്ചു. ആ പാറ ഇപ്പോൾ നിരന്തരം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്.